പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ വീണ്ടും പ്രശ്നമായോന്ന്. അപ്പം അനി പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ കനകയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിത് വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇപ്പോൾ ഏട്ടത്തി നല്ല ഹാപ്പിയാണ്. പ്രത്യേകിച്ച് എൻ്റെ വല്യച്ഛൻ ഇപ്പോൾ നല്ല ഫോമിലായതുകൊണ്ട് വല്യമ്മ അങ്ങനെ ഏട്ടത്തിനോട് വഴക്കിടാനൊന്നും പോകുന്നില്ല. അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് കനക പറയുന്നുണ്ട് ഇപ്പോഴൊന്ന് ആശ്വാസമായതെന്ന്. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ചോളാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അനി ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയാനാണ് അനിമോൻ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാണ്. അപ്പോൾ എന്തായാലും നൈനേനെ എന്നായാലും ആദർശം മനസ്സിലാക്കും. പക്ഷേ നമുക്ക് മൂത്ത മോളെക്കുറിച്ച് ഓർത്ത് മാത്രം ഭയപ്പെട്ടാൽ മതി. ഇങ്ങനെ നമ്മളെ അവഗണിക്കുന്ന പോലെ അവൾ അനന്തപുരിക്കാരെയും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും. അവളുടെ സ്വാർത്ഥത ഇതൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് കനക ഇങ്ങനെ നവിക്കൊന്നും കൊണ്ടു കൊടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നല്ല ഫുഡൊക്കെ ഇവിടത്തേക്കാളും നല്ല ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റും. അനന്തപുരിക്കാരുടെ പേരക്കുട്ടിയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ മോൾക്ക് വരെ പുച്ഛമായിരിക്കും. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുകയല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദനാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. പിന്നീട് നയന ആദർശിൻ്റെ ബാഗൊക്കെ നോക്കുന്നുണ്ട്. ഡിസൈൻ വരച്ചത് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആദർശ് വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ബാക്കിൽ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വരച്ച ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ ഡിസൈൻ വരയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിച്ചാൽ പോരെ, എനിക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ മതി, പക്ഷേ അതിന് ഇങ്ങനെ മൗനവ്രതം വെടിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയന പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഒന്നും മിണ്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റാഫ് ഉണ്ടല്ലോ, അതുപോലെ അനിയനുണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞാൽ പോരെ. അപ്പോൾ കറക്റ്റ് സമയത്ത് ഡിസൈനൊക്കെ കിട്ടണമെങ്കിൽ അതിങ്ങനെ അർഹിക്കുന്ന കയ്യിൽ തന്നെ കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന. അപ്പോൾ ആദർശാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നവ്യാണെങ്കിലും അങ്ങനെ വയറിന് സുഖമില്ലാത്ത പോലെ വരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചത് കുറച്ച് വയറൊക്കെ തോന്നിക്കാനാണ്, അതിപ്പോൾ പ്രശ്നമായി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് നവ്യയുടെ പുറത്ത് തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടുകൊണ്ട് അബിയും ജലജയും കൂടെ അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും അബീനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട് അവളിങ്ങനെ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അബിയും പറയുന്നുണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ വയറിനെ കുറിച്ച് പോലും ചിന്തയില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല, എനിക്ക് വിശന്നപ്പോൾ മാത്രമാണ് കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ വിശപ്പൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജനോടും പറയുന്നുണ്ടായിരുന്നു നിനക്കും മക്കളില്ല, നിനക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് നവ്യ പറയുകയാണ് കേട്ടോ. പെട്ടെന്നൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ ഒന്ന് കിടക്കണം, നല്ല തളർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, മോളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ അബി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ജലജേനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 അമ്മായിമ്മമാരുണ്ട്, അവർക്ക് ഇങ്ങനെ മരുമക്കളെ കുറിച്ച് ഒരു ചിന്തയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മരുമക്കൾ നന്നായാലേ അമ്മായിമ്മമാർ നന്നാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നവ്യയുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് ജലജേനോട് പറയുന്നുണ്ട്. ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയാണ് അവളുടെ വയറ്റിലുള്ളത്. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ വിളർച്ച ബാധിച്ചിട്ടുണ്ടാവും, അത് ഒഴിവാക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെ കളയാമെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നല്ലേ അവളെ നോക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ. പിന്നീട് ആദർശ് വരുന്ന സമയത്ത് ആദർശിൻ്റെ അച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇതുവരെ റെഡി ആയില്ലേ, എനിക്ക് നിന്നോട് കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി എന്ന് പറയുമ്പോൾ നിനക്ക് എല്ലാത്തിനും ഒരു താളം തെറ്റിലുണ്ടല്ലോ, പറയുന്ന സമയത്ത് ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയുമോ ആദർശ്. അപ്പോൾ അത് ശരിയാണ്, അതിൽ നൈനമോൾക്കും നല്ല പങ്കുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ബിസിനസ്സിലും കുടുംബകാര്യത്തിലൊക്കെ നീ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ മാത്രമായിട്ട് നീ ശ്രദ്ധിക്കേണ്ട, വീട്ടിലെ കാര്യങ്ങൾ നിൻ്റെ ഭാര്യയുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ബിസിനസ് നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങ് ആദർശ് റെഡി ആവാനായിട്ട് പോവാണ്. അപ്പോൾ ആ സമയത്ത് നയന ഷർട്ട് അയൺ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചുകൂടെ, അച്ഛനവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയാം, മൗനവ്രതം വെടിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷർട്ടിൻ്റെ ചുളിവൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് ഷർട്ട് വാങ്ങിച്ചിട്ട് ഷർട്ടിൻ്റെ ചുളിവൊക്കെ മാറി, പക്ഷേ മനസ്സിനായിട്ട് ചുളിവ് ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്താ മനസ്സിൽ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം,
ഞാൻ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാനെങ്കിലും വാ തുറക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഒന്നും മിണ്ടൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ എന്തോ അങ്ങനെ ശല്യം എന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുകയും ചെയ്യുന്നുണ്ട്, അതെ ഞാനൊരു ശല്യം തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിൽ ചിലരിങ്ങനെ വായ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വായ തുറക്കുന്നത് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഉള്ളവരുടെ ചിലരുടെ കാര്യമാണ് പറഞ്ഞത്. വായ തുറക്കുന്നത് ഇങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാനും ഇതാക്കാനൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ നൈനയാണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് നവ്യ ഇങ്ങനെ കൂട്ടുകാരീനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും ഒന്നും പറയണ്ട, എന്തെങ്കിലും പ്രശ്നമായിട്ട് വിളിച്ചാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട, ഞാനും എൻ്റെ അമ്മായിമ്മയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നീ ഡോക്ടറോട് പറയണം, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണം എന്ന് പറയുമ്പോൾ, ഞാനന്ന് ഹോസ്പിറ്റലിലില്ല, എനിക്കിങ്ങനെ ഭർത്താവും അമ്മായിമ്മയുമായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നവ്യ അത് മാറ്റി വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പറ്റില്ല, എല്ലാ വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ നീ നിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നീ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിയാൻ ഒരു കള്ളം പറയാൻ അത് അത്യാവശ്യമായിരുന്നു, എന്നാൽ അതിന് ശേഷമെങ്കിലും നീ തുറന്ന് പറയണമായിരുന്നു, നീ ഇത് എത്ര കാലം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നീ അറിയണ്ട, നീ എനിക്കിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി ഫോണങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിലും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. പിന്നീട് നൈനിയാണെങ്കിൽ ഇങ്ങനെ പച്ചക്കറി എന്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി വന്നിട്ട് ഇങ്ങനെ നൈനിനോട് ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശേട്ടൻ്റെ അമ്മ പറഞ്ഞോ ഞാൻ അടുക്കളയിൽ കയറരുതെന്ന് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ ഇളയമ്മയായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത്, ഞാനാണ് ഇങ്ങനെ ഇളയമ്മേനോടല്ലേ ഇങ്ങനെ സങ്കടങ്ങളും എല്ലാം പറഞ്ഞിരുന്നത്, ആ ഇളയമ്മയും കൂടി എന്നോട് മിണ്ടാതിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്നല്ലേ പറഞ്ഞത്, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ജാനകീൻ്റെ ചെവിയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ ഒരു ബാൻഡേജ് എടുത്ത് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാൻഡേജൊക്കെ കെട്ടി കൊടുത്ത് അതിനെ വീണ്ടും പച്ചക്കറി അരിയുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, നിന്നോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നൈനയോട്. അപ്പോൾ നൈന പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന അടുക്കളയല്ലേ, എന്നോട് ആരും കയറണ്ടെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ജാനകിനോട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവളോട് അടുക്കളയിൽ കയറരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ സഹായിക്കാൻ നിനക്ക് കയറിയാൽ പോരെ, നിന്നെ സഹായിക്കാൻ ഇവിടെ മറ്റു പലരും ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവളിവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ളതിൽ പറയുകയാണ്. അപ്പോൾ ജാനകി ഇങ്ങനെ കൈ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ മുറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ടായിരുന്നു, ഇളയമ്മേനെ സഹായിക്കാമെന്ന് എൻ്റെ അമ്മായിമ്മ പറഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോൾ പോയത് കണ്ടോ, എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അങ്ങനെ അമ്മയ്ക്ക് അങ്ങ് ഏറ്റെടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ പറയുന്നതാണ്, അമ്മ ഇതുവരെ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ ഇടയ്ക്ക് ചായയും അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കാനല്ലാതെ കയറും, അതൊക്കെ വെറുതെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നയനയാണ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും ഇങ്ങനെ ആരും മിണ്ടാത്തതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ ആരും ഒന്നും മിണ്ടാത്തത്, എല്ലാവർക്കും മൗനവ്രതമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് മൗനവ്രതമല്ല അമ്മായിയമ്മ വ്രതമാണെന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ദേവയാനി നയനിനോട് ആരും മിണ്ടരുതെന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിനോടാണെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ അച്ഛൻ എന്താ നിൻ്റെ പ്രശ്നമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമോൾ തന്നെയാണ് എൻ്റെ പ്രശ്നം, ഞാൻ പറഞ്ഞത് കേൾക്കാതെയാണ് അവളെന്നും അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ ശേഷം നീ നിൻ്റെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മേനെയും കാണാൻ പോയിട്ടില്ലായിരുന്നോ, അപ്പോൾ അവിടെ ആരെങ്കിലും തടഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടേക്ക് വന്നത് മാന്യമായിട്ടാണെന്നൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ മാന്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് അയച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്കിങ്ങനെ എന്തൊക്കെയാണ് പകയും വൈരാഗ്യവും ഒക്കെ കൂടിയാണ് മനസ്സിൽ, അതിങ്ങനെ ചികിത്സിക്കേണ്ട അസുഖം തന്നെയാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, പണ്ടത്തെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അത് ചികിത്സിക്കും, അപ്പോൾ അത് കഴിഞ്ഞാൽ അവരുടെ കവിളത്ത് ഇങ്ങനെ ഒരു അടിയുടെ പാട് കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടമാവുമൊന്നും ചെയ്യുന്നില്ല. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മരുമോളുടെ അത്രയും പക്വതയും പാകതയും നിനക്കില്ലല്ലോ, അപ്പോൾ നീ നിൻ്റെ മരുമോളുടെയും താഴെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശിൻ്റെ അച്ഛൻ പറയുന്ന സമയത്ത് ദേവയാനിക്ക് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ മറ്റുള്ളവരും കഴിക്കുന്നില്ല. അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെന്താ ആരും കഴിക്കാത്ത, എല്ലാവരും കഴിക്കുക എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അഭി കുട്ടിക്കാലത്ത് ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ വിശപ്പ് എന്താണെന്ന് ചോദിച്ചു, അപ്പോൾ അച്ഛൻ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല, 2 ദിവസം അവനെ പട്ടിണിക്ക് ഇട്ടു,
ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇട്ടു. അതോടുകൂടി അവന് മനസ്സിലായി വിശപ്പ് എന്താണെന്നുള്ളത്. പിന്നീട് അവൻ അങ്ങനെ ഒരു ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ. ഇവിടെ അങ്ങനെ ഭക്ഷണം വെറുതെ കളയാനൊന്നും പറ്റില്ല, എല്ലാവരും കഴിക്കുന്നവരാണ്. പിന്നീട് നയനയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോൾ ഇവിടുത്തെ വിളമ്പുകാരിയൊന്നുമല്ല, അവിടെ വന്നിരുന്ന് കഴിക്കുമെന്ന് പറയും. അപ്പോൾ നയന വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും നിർബന്ധിച്ച് അവൾ അങ്ങോട്ട് ഇരിക്കാനായിട്ട് പറയണം. അപ്പോൾ നയന അവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആദർശിനെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നവ്യാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, സ്വന്തം ഭാര്യനെ തള്ളിക്കളഞ്ഞിട്ട് ഇയാൾ അവളെ ഊട്ടുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദേവയാനി ഇങ്ങനെ കൈ കഴുകിയിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നയന ആദർശിൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്